വെൽക്കം ടു ഗ്രേഡിയൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് 5ാമത്തെ ക്ലാസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലേ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എത്തനോൾ എന്ന ആളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ് നമ്മൾ മെത്തനോളിനെ പറ്റി പഠിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവുമല്ലോ. മെത്തനോളിനെ പറ്റിയും പഠിച്ചു, അതിന് മുമ്പുള്ള ഒരു റിയാക്ഷനെ പറ്റി നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന എത്തനോളിനെ പറ്റിയാണ്. ഞാൻ പറഞ്ഞു മെത്തനോൾ മുകളിൽ കാണുന്ന സാധനം ഹാംഫുള്ളാണ്. എത്തനോൾ എന്ന് പറയുന്നത് അത്ര ഹാംഫുൾ അല്ലാത്തൊരു സാധനമാണ്. അത് വേറെ പല പർപ്പസിന് നമ്മുടെ പല ആൾക്കാരും എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്, അല്ലേ? ആൽക്കഹോൾ എന്ന് വെച്ചാൽ എന്താ, ഈ OH എന്ന് പറയുന്ന, അല്ലെ, ഹൈഡ്രോക്സിൽ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരു ഹൈഡ്രോ കാർബണിലേക്ക് വന്നു ചേരുമ്പോഴാണ് ആൽക്കഹോൾ ഉണ്ടാകുന്നത്. അതിൽ മെത്തനോൾ ആകുമ്പോൾ എന്തായിരിക്കും, ഒരു കാർബണേ കാണത്തുള്ളൂ. എത്തനോൾ ആകുമ്പോഴോ 2 കാർബൺ കാണും, അല്ലേ? അതായത് ഒരു സാധാരണ 2 കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട്, അതിനുശേഷം എത്രയാണ്, ഈ പറയുന്ന 3 ബോണ്ടുകളുണ്ട്. അതിൽ ഹൈഡ്രജൻ 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 ഹൈഡ്രജൻ. ഇതിൽ ഈ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് OH എന്ന് പറയുന്ന ആൾ വരുമ്പോഴാണ് ഇത് എന്തായിട്ട് മാറുന്നത്, മെത്ത് എത്ത്, അല്ലെ? മെത്ത് എത്ത്. ഇവിടെ ഒരു കുപ്പി വന്ന് വീണ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. എത്തൻ, അത് കഴിഞ്ഞ് ഈക്ക് വരെ എന്ത് കൊടുക്കും, ഓൾ കൊടുക്കും. നമുക്ക് എന്ത് കിട്ടും, എത്തനോൾ കിട്ടും. സിമ്പിളായി നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, CH3 സിംഗിൾ ബോണ്ട്, CH2, പിന്നെ എന്ത് വരും, OH വരും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, എത്തനോൾ എന്ന് പറയുന്നത്. CH3 CH2 OH എന്ന് പറയുന്ന ആൾ. ഇൻഡസ്ട്രിയലി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ് എന്തെന്ന് പറയുന്നത്, എത്തനോൾ എന്ന് പറയുന്നത്. അപ്പോൾ എത്തനോൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇൻഡസ്ട്രിയലി എത്തനോളിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള സാധനമാണ് മൊളാസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഷുഗർ കെയിൻ ഉണ്ടല്ലോ, നമ്മുടെ കരിമ്പ്. ഈ കരിമ്പിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിനെ ഇങ്ങനെ ചൂടാക്കി കഴിയുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് പഞ്ചസാര കിട്ടുന്നത്. അപ്പോൾ ഈ കരിമ്പിൻ്റെ ജ്യൂസിൽ നിന്ന് പഞ്ചസാര മാറ്റി കഴിയുമ്പോൾ കിട്ടുന്ന വിസ്കസ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഷുഗർ സൊല്യൂഷനാണ് എന്തെന്ന് പറയുന്നത്, മൊളാസിസ് എന്ന് പറയുന്നത്. കഴിക്കാനൊന്നും കൊള്ളത്തില്ല. നമ്മളിത് മൊളാസിസ് എന്ന് പറയുന്ന ഒരു തിക്കായിട്ട് എന്താ, ഒരു ബ്രൗൺ കളറിൽ കട്ടിയായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ മൊളാസിസ് എന്ന് പറയുന്നത്. ഈ മൊളാസിസ് എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് കിട്ടുന്നത് നോക്കി, ഇറ്റ് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് ആഫ്റ്റർ സെപ്പറേഷൻ ഓഫ് ഷുഗർ ക്രിസ്റ്റൽസ്. അതിനെയാണ് നമ്മൾ മൊളാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊളാസിസ് കിട്ടി നമ്മളതിനെ എന്ത് ചെയ്യണം, ഫെർമെൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും ഈ പറയുന്ന അപ്പം പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റ് ഉപയോഗിക്കും, അല്ലേ? പുളിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയും ഈ പറയുന്ന ഫെർമെൻറ്റേഷൻ പുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും, ഈസ്റ്റ് ആഡ് ചെയ്യും. അപ്പോൾ ഈ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ ഇവിടെ 2 ആൾക്കാരുണ്ട്. ഒന്ന് ഇൻവെർട്ടൈസും മറ്റൊന്ന് സൈമേസും. പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ആരൊക്കെയാണ്, ഇൻവെർട്ടൈസും സൈമേസും. ഈ ഇൻവെർട്ടൈസ് എന്ന് പറയുന്ന ആൾ ആദ്യം, ഇത് മധുരമാണല്ലോ, പഞ്ചസാരയാണല്ലോ, ഷുഗർ സൊല്യൂഷൻ ആണല്ലോ. അപ്പോൾ ഷുഗറിനകത്തുണ്ടായിരുന്ന ഈ പറയുന്ന ഷുഗർ മോളിക്യൂളിനെ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് മാറ്റും. ഇതായിട്ട് മാറ്റും, ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് മാറ്റും. അതായത് നമ്മുടെ സാധാ ഷുഗർ എന്ന് പറയും. നോക്കി, ഫസ്റ്റ് ജോലി ആരുടെയാണ്, ഇൻവെർട്ടൈസിൻ്റെ ജോലിയാണ്. എന്ത് ചെയ്യും, ദ എൻസൈം ഇൻവെർട്ടൈസ് പ്രസൻറ്റ് ഇൻ ദ ഈസ്റ്റ് കൺവേർട്ട് ഷുഗർ സൊല്യൂഷൻ ഇൻറ്റു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഷുഗർ സൊല്യൂഷനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കും. ഷുഗർ എന്ന് വെച്ചാൽ C12H22O11 സുക്രോസ് ആണ് കാണപ്പെടുന്നത്. C12H22O11 എന്ന് പറയുന്ന ഷുഗർ. ഈ ഷുഗറും വെള്ളമാണല്ലോ ഉണ്ടാവുന്നത്. അതിൽ ഇൻവെർട്ടൈസ് വന്ന് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ സിമ്പിളർ ആയിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് മാറ്റും. അപ്പോൾ ഗ്ലൂക്കോസ് അല്ല, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ്, C6H12O6. ഫ്രക്ടോസ് എന്ന് പറയുന്നതും C6H12O6. സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു രണ്ടും ഒരുപോലെ അല്ലേ സാറേ ഇരിക്കുന്നത്, പിന്നെ ഒന്നിനെ ഗ്ലൂക്കോസ് എന്നും മറ്റൊന്നിനെ ഫ്രക്ടോസ് എന്നും വിളിക്കുന്നത്. സെയിം മോളിക്കുലാർ ഫോർമുലയും ഡിഫറൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പും വരുമ്പോൾ എന്തോ ഒരു സാധനം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു, ഐസോമെറിസം. ഇവിടെയും സംഭവം എന്താണ്, ഐസോമെറിസം ആണ്. ഇവിടെ ആണെങ്കിൽ ഒരു ആൽഡിഹൈഡ് ഷുഗർ അല്ലെങ്കിൽ ആൾഡോസ് ഷുഗറും ഫ്രക്ടോസിനാണെങ്കിൽ ഒരു കീറ്റോ ഷുഗറും ഉള്ളതുകൊണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പിൽ വരുന്ന വ്യത്യാസം, ആ വ്യത്യാസം കൊണ്ടാണ് അത് ഗ്ലൂക്കോസ് എന്ന് ഒന്നിനെ എന്തെന്ന് വിളിക്കുന്നത്, ഫ്രക്ടോസ് എന്നും വിളിക്കുന്നത്. അപ്പോൾ അത് മറന്നു പോകണ്ട. അടുത്ത് ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസിനെയും കൂടെ സൈമൈസ് എന്ന് പറയുന്ന ഒരാൾ, ആരാണ്, സൈമൈസ് എന്ന് പറയുന്ന ഒരാൾ എന്തായിട്ട് മാറും, എത്തനോളാക്കി മാറ്റും. C2H5OH, C2H5OH അങ്ങനത്തെ 2 എണ്ണം നമുക്കിവിടെ കിട്ടും. പ്ലസ് CO2 എന്ത് ചെയ്യും, കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, എത്തനോൾ പ്രിപ്പയർ ചെയ്യുന്നത്. എത്തനോൾ ആയിട്ടില്ല, ഈ കിട്ടുന്ന സാധനത്തിന് നമ്മൾ വാഷ് എന്നാണ് വിളിക്കുന്നത്. എന്തെന്നാണ് വിളിക്കുന്നത്, വാഷ്. നിങ്ങളിൽ വാർത്ത കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഈ എക്സൈസുകാർ വാഷ് സൂക്ഷിച്ചതിന് ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ചിലപ്പോൾ എങ്കിലും കേട്ടിട്ടുണ്ടാവും. കാരണം ഈ വാഷ് എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എത്തനോൾ കിട്ടുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. സംഭവം എന്താണ്, എത്തനോൾ. അപ്പോൾ
മെത്ത് എത്ത് അല്ലേ. അപ്പോൾ മെത്ത് എത്ത് എന്ന് പറയുന്ന ഈഥെയ്നിൽ OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്ന് ചേരുമ്പോഴാണ് നമുക്ക് എത്തനോൾ കിട്ടുന്നത്. ഈ എത്തനോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്നത് മൊളാസിസിൽ നിന്നാണ്. മൊളാസിസ് എന്നാൽ എന്താണ്? ഷുഗർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട്, ഷുഗർ കെയിൻ ജ്യൂസിൽ നിന്ന് ഷുഗർ എടുത്ത് കഴിഞ്ഞിട്ട് മിച്ചം വരുന്നതാണ് എന്ത്? മൊളാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനാദ്യം നമുക്ക് പൊളിപ്പിക്കണം, ഫെർമെൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആരെ ആഡ് ചെയ്യും? നമ്മൾ ഈസ്റ്റിനെ ആഡ് ചെയ്യും. ആരെ ആഡ് ചെയ്യും? ഈസ്റ്റിനെ ആഡ് ചെയ്യും. അപ്പോൾ ഈസ്റ്റിനകത്തുള്ള ഈ പറയുന്ന ഇൻവെർട്ടേസും സൈമേസിനുമാണ് ബാക്കി ജോലി. അപ്പോൾ ഫെർമെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആദ്യം എന്ത് പറ്റും? ഷുഗറിൽ നിന്ന് ഈ പറയുന്ന ഇൻവെർട്ടൈസ് എന്ന് പറയുന്ന ആൾ ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിളറായിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും, ഇത്തവണ തെറ്റില്ല, ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് മാറ്റും. ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസിനെയും കൂടി ആരാണ്? സൈമേസ് എന്താക്കി മാറ്റും? എത്തനോളാക്കി മാറ്റും. പ്ലസ് CO2. ഇതെന്ന് പറയുന്നത് ഒരു 8 to 10% എത്തനോൾ ഇതിനകത്ത് കാണത്തുള്ളൂ. അതിനാണ് എന്ത് വിളിക്കുന്നത്? വാഷ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? വാഷ് എന്ന് വിളിക്കുന്നത്. ഈ വാഷിന് നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യും. നിങ്ങൾ ഡിസ്റ്റിലറീസ് എന്ന് പറയുന്ന സ്ഥാപനങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. വാർത്ത കാണുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ പല പല ഡിസ്റ്റിലറീസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ ഡിസ്റ്റിലറീസിൽ നിന്നാണ് ഈ ആൾക്കാർ വാങ്ങിച്ചു കുടിക്കുന്ന ഒരു സാധനം പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ഡിസ്റ്റിലറീസിൽ നടക്കുന്നതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. എന്താ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടല്ലോ, ഈ വാഷ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് 8 to 10% എത്തനോളുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ മറ്റു പല ആൾക്കാരും ഉണ്ട്, അവരെ നമുക്ക് വേണ്ട. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡിസ്റ്റിലേഷൻ കോളത്തിനകത്ത് ചൂടാക്കുമ്പോഴത്തേക്കും ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞിട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആദ്യം എന്ത് ചെയ്യും? അപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ അതിലോട്ടൊന്നും പോകണ്ട, ഇവരെന്ത് ചെയ്യും? ഈ പറയുന്ന എത്തനോൾ വേപ്പറായിട്ട് മുകളിലോട്ട് പോകും. ആ എത്തനോളിനെ തണുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഡ്രോപ്പായിട്ട് നമുക്ക് എന്ത് കിട്ടും? പ്യുവർ ആയിട്ടുള്ള എത്തനോൾ കിട്ടും. ഏതാണ്ട് 95.6% പ്യുവർ ആയിട്ടുള്ള എത്തനോൾ കിട്ടും. ഇതിനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തുവാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ? 95.6% എത്തനോളാണ്. അതെങ്ങനെ കിട്ടുന്നു? വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടുന്നത്. നിങ്ങൾ ഈ പറയുന്ന ചില സിനിമകളിൽ ഈ ചട്ടി പോലത്തെ സാധനം അല്ലെങ്കിൽ കലങ്ങൾ പോലത്തെ സാധനത്തിനകത്തിട്ട് ആൾക്കാർ എന്തോ ഒരു സാധനം പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലേ. ആ പ്രിപ്പയർ ചെയ്യുന്ന സാധനം അവർ ചിലപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. എനിക്കറിയില്ല, നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. ആ സാധനം ഉണ്ടാക്കുന്നതും ഇതുപോലത്തെ ഒരു പ്രോസസ്സ് തന്നെ ആകുന്നു. ഇവിടെ അത് സയൻറ്റിഫിക്കായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേര് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. 95.6% പ്യുവർ ആയിട്ടുള്ള എത്തനോൾ കിട്ടുന്നു. അതിനെ വിളിക്കുന്ന പേര് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഇത് 100% ആണെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്നത് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാണ്. എന്തുവാണ്? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാണ് 100%. അപ്പോൾ 8 to 10% വാഷ്, 95.6% റെക്ടിഫൈഡ് സ്പിരിറ്റ്, 100% അബ്സല്യൂട്ട് ആൽക്കഹോൾ. അപ്പോൾ ഇവിടെ തന്നെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ചില രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഈ പറയുന്ന 20% അബ്സല്യൂട്ട് ആൽക്കഹോളിനെയും 80% പെട്രോളിനെയും കൂടി ചേർത്തിട്ട് പവർ ആൽക്കഹോൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കും? വണ്ടികളിൽ ഉപയോഗിക്കും. നമ്മുടെ IC എഞ്ചിനുകൾ, ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനുകളിൽ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യും. കുറച്ചുകൂടി പെട്രോളിനേക്കാളും എഫക്റ്റീവാണ് ഈ പറയുന്ന പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. കുറച്ചുകൂടി നല്ല രീതിയിൽ ഇഗ്നീഷൻ നടക്കുകയും ഈ പറയുന്ന എമിഷൻ കുറവും ഒക്കെയാണ്. അപ്പോൾ ഇത് പലയിടത്തും എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. ഇത്രയും പോയിന്റ് ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? സിമ്പിളായി നമ്മൾ പറഞ്ഞുള്ളൂ. എത്തനോൾ എന്താ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. CH3 CH2OH ആണ് എത്തനോൾ. പ്രിപ്പയർ ചെയ്യുന്നത് മൊളാസിസിൽ നിന്നാണ്. മൊളാസിസിൽ എന്ന് വെച്ചാൽ എന്താണ്? ഷുഗർ കെയിനിൽ നിന്ന് ഷുഗർ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന, ഷുഗർ കെയിൻ ജ്യൂസിൽ നിന്ന് ഷുഗർ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കിയുള്ള സാധനമാണ് മൊളാസിസ്. അതിൽ ഈസ്റ്റ് ഇട്ട് പൊളിപ്പിക്കുമ്പോൾ ഇൻവെർട്ടൈസ് അതിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കുമ്പോൾ സൈമേസ് അതിനെ എന്താക്കി മാറ്റും? എത്തനോളാക്കി മാറ്റും. പക്ഷേ ക്വാളിറ്റി കുറവാണ്. അതിനെ വാഷ് എന്നാണ് വിളിക്കുന്നത്. 8 to 10% എത്തനോൾ ഉണ്ടാവുള്ളൂ. അതിന് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന റെക്ടിഫൈഡ് സ്പിരിറ്റ് അഥവാ 95.6% ഉള്ള എത്തനോൾ കിട്ടും. ഇനി അതിനെ കുറച്ചുകൂടി പ്യൂരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 100% കിട്ടും. അതിന് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വിളിക്കും. അബ്സല്യൂട്ട് ആൽക്കഹോൾ എവിടെ ഉപയോഗിക്കുന്നു? അതിനെ പെട്രോളുമായിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് പവർ ആൽക്കഹോൾ കിട്ടും. അത് IC എഞ്ചിനുകളിൽ ഉപയോഗിക്കാറാണ് പതിവ്. ഓക്കെ ആണല്ലോ. ഇനി ഈ പറഞ്ഞൊരു സംഭവം, നമ്മുടെ ചില ചേട്ടന്മാർക്ക് ഈ പറയുന്ന എത്തനോൾ എന്ന് പറയുന്ന സാധനം നമ്മൾ പവർ ആൽക്കഹോൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കും. മെഡിസിനുകൾ നിർമ്മിക്കുമ്പോൾ സോൾവെൻ്റ് ആയിട്ട്, പവർഫുൾ സോൾവെൻ്റ് ആണ് പറയുന്നത് എത്തനോൾ എന്ന് പറയുന്നത്. അപ്പോൾ സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കും. സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ് സൊല്യൂഷൻ അറിയാമല്ലോ. അടുത്ത പെയിൻറ്റിൻ്റെ മാനുഫാക്ചറിങ് ഉപയോഗിക്കും. പ്രിസർവേറ്റീവ്സിൽ ഉപയോഗിക്കും. ഓർഗാനിക്കായ പല കോമ്പൗണ്ടുകളും കെമിക്കൽ ഇൻഡസ്ട്രികളിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പ്രശ്നം, ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്ത് നിന്നും പല മനുഷ്യരും ഇതിനെ വേറെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കും. എന്തൊക്കെയോ ഐസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്തോ കുടിക്കുന്നൊക്കെ പരിപാടികളുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കും. നഷ്ടമല്ലേ? വില കൊടുത്ത് വാങ്ങിച്ച സാധനമല്ലേ? അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്കാർ ഇതിനകത്തോട്ട് മെത്തനോൾ, അപ്പോൾ അറിയാമല്ലോ, തട്ടിപ്പോവും. പിരിഡിൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര നാറ്റവും വൃത്തികെട്ട ടേസ്റ്റുമാണ്.
റബ്ബർ ഡിസ്റ്റിലേറ്റ് ഒക്കെ എന്ത് ചെയ്യും, ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് വെക്കും. ആരിലോട്ട് ആഡ് ചെയ്ത് വെക്കും, എത്തനോളിലോട്ട് ആഡ് ചെയ്ത് വെക്കും. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രിവെൻറ്റ് ഇറ്റ്സ് മിസ്യൂസ് ആസ് ബിവറേജ്. ഈ പറയുന്ന ചിലരെടുത്തത് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മെത്തനോൾ ആഡ് ചെയ്യും, അല്ലെങ്കിൽ പെരിഡിൻ ആഡ് ചെയ്യും, അല്ലെങ്കിൽ റബ്ബർ ഡിസ്റ്റിലേറ്റ് ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് കുടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ്. ഇതിനെന്ത് വിളിക്കും? ഡീനാച്ചുവേർഡ് സ്പിരിറ്റ്. അപ്പോൾ എത്തനോളിനെ ഡീനേച്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആരെയൊക്കെ? മെത്തനോളിനെ ഉപയോഗിക്കാം, പെരിഡിനെ ഉപയോഗിക്കാം, റബ്ബർ ഡിസ്റ്റിലേറ്റിനെയും ഉപയോഗിക്കാം. അപ്പോൾ മെത്തനോൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്തത്? ഡീനേച്ചർ ചെയ്തതെങ്കിൽ നമ്മളതിനെ മീഥൈലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. ആഡ് ചെയ്ത് മെത്തനോൾ ആഡ് ചെയ്തുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? നമ്മൾ മീഥൈലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. ഇത് വിളിക്കും മീഥൈലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു, വേറെ പല പർപ്പസിന് ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് ഇതൊക്കെ ഈ പറയുന്ന സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അപ്പോൾ അതിലും എടുത്ത് അടിച്ചു മാറ്റി കുടിക്കും. അപ്പോൾ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ ഡീനേച്ചർ ചെയ്യുന്നു. അതായത് ഈ പറഞ്ഞ പെരിഡിനൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മണപ്പിക്കാൻ പോയിട്ട് പറ്റത്തില്ല, അത് അടുത്ത് കൊണ്ടുവരാൻ പോലും പറ്റത്തില്ല, അത്ര നാറ്റമാണ്. പിന്നെ കുടിക്കുന്നതിനെ പറ്റി ചിന്തിക്കേണ്ടല്ലോ. മെത്തനോളും അതുപോലെ തന്നെയാണ്, തട്ടിപ്പോവും. അപ്പോൾ ഇത് വിഷമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ആൾക്കാർ അത് യൂസ് ചെയ്യാതിരിക്കും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്നാണ്. അപ്പോൾ എന്താണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്തനോൾ ഈസ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് ഓഫ് വേരിയസ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇൻ സച്ച് സിറ്റുവേഷൻ എന്തായിരിക്കും? ടോക്സിക് സബ്സ്റ്റൻസസ് ലൈക്ക് മെത്തനോൾ, പെരിഡിൻ ആൻഡ് റബ്ബർ ഡിസ്റ്റിലേറ്റ് ആർ ആഡഡ് ടു എത്തനോൾ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദം ഫ്രം മിസ്യൂസ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെയാണ്. ഇനി എത്തനോളിൻ്റെ ഉപയോഗം ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പവർ ആൽക്കഹോൾ അല്ലേ, 80% പെട്രോളും 20% 100% ആബ്സല്യൂട്ട് എത്തനോളും. മെഡിസിനിലെ സോൾവെൻ്റ് ആയിട്ട്, പെയിൻറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, പ്രിസർവേറ്റീവ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പ്രൊഡക്ഷന് യൂസ് ചെയ്യും. തീർന്നു. ഇത്തനെയുള്ളൂ എത്തനോൾ എന്ന് പറയുന്നത്. നമുക്ക് എത്തനോയിക് ആസിഡും കൂടി ഇവിടെ തന്നെ അങ്ങ് പഠിച്ചിട്ട് പോവാം. എത്തനോയിക് ആസിഡ് അല്ലേ, ഓയിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കാർബൺ, ഡബിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് OH അല്ലേ, സ്ട്രക്ചറൽ ഫോർമുല. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? COOH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്ന് ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഈ പറയുന്ന കാർബോക്സിലിക് ആസിഡുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈഥൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് അല്ലെ, ഈഥൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്ത് 2 കാർബൺ ഉണ്ടാവും. അതിൽ ഒരു കാർബൺ എന്ന് പറയുന്നത് ഇവൻ്റെ കാർബൺ, COOHൻ്റെ കാർബൺ. മറ്റൊരു കാർബൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും? ഈ പറയുന്ന മീഥൈൻ്റെ കാർബൺ. അപ്പോൾ 1 + 1 2. അപ്പോൾ 2 ആവുമ്പോൾ ഈഥൈൻ അല്ലെ, ഈഥൈൻ. അപ്പോൾ ഈക്ക് പകരം ഈ പറയുന്ന COOH വന്നുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഓയിക്ക് ആസിഡ് ഉപയോഗിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എത്തനോയിക് ആസിഡ് കിട്ടും. എന്ത് കിട്ടും? എത്തനോയിക് ആസിഡ് CH3COOH. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് നോക്കി? എത്തനോയിക് ആസിഡ് അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ കാർബോക്സിലിക് ആസിഡ് ഹാവിംഗ് ഗ്രേറ്റ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്. കുറേ ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്ട്രക്ചറൽ ഫോർമുലയൊക്കെ എഴുതാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇവൻ്റെ പേര് എന്തുവാണ്? ഒരു C മാത്രമേ ഉള്ളൂ. സോ മെത്തനോയിക്ക്. 1, 2 C ഉള്ളത് കൊണ്ട് എത്തനോയിക്ക്. 1, 2 അല്ലെ, അറിയാമല്ലോ. ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കാർബൺ നമ്മൾ കൗണ്ട് ചെയ്യും. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതാണ്. 1, 2, 3 ആയതുകൊണ്ട് മെത്ത് പ്രൊപ്പ്. അപ്പോൾ എന്തായിരിക്കും? പ്രൊപ്പനോയിക് ആസിഡ്. മെത്ത് പ്രൊപ്പ് ബ്യൂട്ട്. അപ്പോൾ എന്തായിരിക്കും? ബ്യൂട്ടാനോയിക് ആസിഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ആസിഡ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയാണ്? എത്തനോയിക് ആസിഡിനെ പറ്റിയാണ്. അപ്പോൾ എത്തനോയിക് ആസിഡിനെ ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നോക്കടാ, നമുക്ക് അറിയാം, നമ്മളിൽ എന്തുണ്ട്? CH3OH ഉണ്ട്. അതായത് എന്താണ്? മെത്തനോളുണ്ട്. എന്തുണ്ട്? മെത്തനോൾ. ഈ മെത്തനോൾ നമുക്കറിയാം അല്ലെ, ഈ പറയുന്ന നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നൊരു കാര്യമാണ്. ഈ പറയുന്ന കാർബൺ ഡബിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് OH ആണല്ലോ ഈ പറയുന്ന കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ആൽക്കഹോളിൽ നിന്നും ഒരു CO കുറവേ ഉള്ളൂ അല്ലേ. ഒരു ആൽക്കഹോളിൽ ഒരു CO കൂടി വന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? കാർബോക്സിലിക് ആസിഡ് ആവും. അപ്പോൾ ഇവിടെ നമ്മളൊരു മീഥൈനുണ്ട്. ഇവിടെ ആരുടെ കുറവാണുള്ളത്? CO കുറവാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാർബൺ മോണോക്സൈഡ് അങ്ങ് എടുക്കും. കാർബൺ മോണോക്സൈഡ് എടുക്കും. ഒരു കാറ്റലിസ്റ്റ് കൂടെ വേണം കേട്ടോ. ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? CH3OH അവിടെ ഓൾറെഡി ഉണ്ട്. ഈ CO വരും. അപ്പോൾ അപ്പോൾ എന്താവും? COOH അഥവാ എന്ത് കിട്ടും? എത്തനോയിക് ആസിഡ് കിട്ടും. മനസ്സിലായോ? പറഞ്ഞ ഉദ്ദേശം എന്താ മനസ്സിലായോ? അപ്പോൾ എന്താണ്? കാർബൺ നമ്മുടെ മെത്തനോൾ CH3OH അഥവാ മെത്തനോളിനോടൊപ്പം കാർബൺ മോണോക്സൈഡ്. ഇത് കാണാതെ പഠിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന OHനോട് നമുക്ക് CO വന്നു കഴിഞ്ഞാൽ COOH ആയി. അപ്പോൾ ഈ CO നമ്മൾ ഡയറക്റ്റ് എടുത്ത് കൊടുക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അതാണ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ഈ പറയുന്ന മെത്തനോളിനോടൊപ്പം കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്യുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? എത്തനോയിക് ആസിഡ് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? എത്തനോയിക് ആസിഡ് കിട്ടും. ഇതിൻ്റെ ഒരു സാധനമുണ്ട്. നമ്മൾ ഈ പറയുന്ന വിനാഗിരി എന്ന് പറയുന്ന സംഭവം എന്തുവാണ്? അതൊരു എത്തനോയിക് ആസിഡാണ്. അതായത് എത്തനോളിന് നമ്മൾ അസറ്റോബാക്ടർ ബാക്ടീരിയയുടെ പ്രസൻസിൽ എയറിൽ
എന്ത് ചെയ്യുന്നു വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ് 5 to 8% എത്തനോയിക് ആസിഡ്. അതിനെ വിളിക്കുന്ന പേരാണ് വിനീഗർ. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വിനാഗിരി എന്ന് വെച്ചാൽ എന്താണ്? 5 to 8% എത്തനോയിക് ആസിഡ്. 8 to 10% എത്തനോളിനെ എന്ത് വിളിക്കും? വാഷ് എന്ന് വിളിക്കും. അപ്പോൾ 5 to 8% എത്തനോയിക് ആസിഡിനെ വിനാഗിരി എന്ന് വിളിക്കും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് വിനാഗിരി, പ്രൊഡക്ഷൻ ഓഫ് അസറ്റിക് അൺഹൈഡ്രേറ്റ്, അതുപോലെ എന്താണ് അസറ്റേറ്റ് എസ്റ്റർ, സിന്തറ്റിക് ഫൈബർ, സോൾവെൻറ്റ് ഓഫ് പോളിമർ ആൻഡ് റെസിൻസ്, മാനുഫാക്ചറിങ് ഓഫ് ഡിസിൻഫെക്റ്റൻറ്റ്, മാനുഫാക്ചറിങ് ഓഫ് മെഡിസിൻസ്. യൂസ് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? പഠിച്ച് വയ്ക്കുക. വിനാഗിരി അച്ചാർ ഉണ്ടാക്കാനൊന്നും പോയിന്റ് ചെയ്ത് എഴുതി വയ്ക്കരുത്, അതവിടെ ഇല്ല. വിനാഗിരി ഉണ്ടാക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന എത്തനോയിക് ആസിഡ് ഉപയോഗിക്കുന്നത്. 5 to 8% എത്തനോയിക് ആസിഡ് ആണ് എന്തെന്ന് പറയുന്നത്? വിനാഗിരി അല്ലെങ്കിൽ വിനീഗർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? തീർന്നു. ഇത്രയും മതി ഇന്ന്. എസ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എസ്റ്റർ കുറച്ച് പറയാനുണ്ട്. ഇപ്പോൾ ഇതിനോട് പറയുന്നത് ലെങ്ത് കൂടും. അപ്പോൾ എസ്റ്റർ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.